ഹേ ഗായ്സ്, ഞാൻ ഇന്ന് പാരൻസിനോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പാരൻസിന് കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് ടീനേജേഴ്സിൻ്റെ അമ്മമാർ പറയുന്ന അല്ലെങ്കിൽ അച്ഛന്മാർ പറയുന്ന ഒരു പരാതിയാണ്, കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പരിധിയിൽ നിൽക്കുന്നില്ല, ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, കൈവിട്ട് പോകുന്നൊരവസ്ഥയാണ്. എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്താലും കുഞ്ഞ് ഞങ്ങൾ പറയുന്നതിന് ഒരു വാല്യൂ ഒന്നും തരുന്നില്ല, ഞങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഒന്നും തരുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. പിന്നെ നമ്മുടെ പാരൻറ്റിങ്ങിലുള്ള കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത്, നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിൻ്റെ മേൽ കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പല കാര്യങ്ങളിലെയും നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ കുഞ്ഞിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ചോക്ലേറ്റ്സ് കൊടുക്കുന്നത്, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുന്നത്. പിന്നെ ചോക്ലേറ്റ്സ് കൊടുക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ലിമിറ്റഡ് ആയിട്ട് ഇപ്പം ഇന്നിപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ ഒരു ചോക്ലേറ്റ് കൊടുത്തുവെങ്കിൽ നമ്മൾ പിന്നെ അന്ന് കൊടുക്കുന്നില്ല എന്ന് അമ്മ തീരുമാനിക്കുന്നു. ആ ഒരു അങ്ങനത്തെ അത്തരത്തിലുള്ള തീരുമാനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചോക്ലേറ്റ്സ് കൊടുക്കുന്നത്, പിന്നെ സ്നാക്സ് കൊടുക്കുന്നത്, TV സ്ക്രീൻ ടൈം കൊടുക്കുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾക്കൊരു തീരുമാനം കാണും അല്ലേ കുഞ്ഞിൻ്റെ മേലെ. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയ്ക്കും തന്നെ രണ്ടഭിപ്രായമാണ്, അത്തരം തീരുമാനങ്ങളിൽ രണ്ടഭിപ്രായമാണ് വരുന്നതെങ്കിൽ അവിടെ പ്രോബ്ലം സ്റ്റാർട്ടാവുന്നു. ഇത് മാത്രമല്ല, ഗ്രാൻഡ് പാരൻസും കൂടി എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തീരുമാനങ്ങളിൽ ഗ്രാൻഡ് പാരൻസ് എൻട്രി ചെയ്ത് അതൊന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഒന്ന് മാറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം ഇരട്ടിയാകുന്നു. സോ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും അച്ഛനും അമ്മയും ഒരേ തീരുമാനമായിരിക്കണം കുഞ്ഞിൻ്റെ മേലെടുക്കേണ്ടത്. ഇപ്പോൾ ചോക്ലേറ്റ് ഇന്ന് കൊടുത്തു, അപ്പോൾ അമ്മ പറയുവാണ് ഇന്ന് രാവിലെ നീ ചോക്ലേറ്റ് കഴിച്ചു, ഇനിയിപ്പോൾ ഇന്ന് കഴിക്കണ്ട, കാരണം നിൻ്റെ പല്ല് ചീത്തയാകും. അപ്പോൾ ആ ചോക്ലേറ്റ്സ് അങ്ങനെ ഒരുപാടാകുന്നതും ഹെൽത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛൻ പറയുവാണ് ഒരു ചോക്ലേറ്റ് അല്ലേ അങ്ങ് കൊടുത്തേക്ക്. ഇത് പറയാൻ പാടില്ല. അമ്മ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അമ്മ പറഞ്ഞത് കേട്ടില്ല, അപ്പോൾ നമുക്ക് നാളെ കഴിക്കാം. ഇതല്ല ഇനി ഗ്രാൻഡ് പാരൻസ്, ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും അല്ലേ അങ്ങനെ പറയുന്നത്, കുഞ്ഞല്ലേ അവൻ ഒരു ചോക്ലേറ്റ് കൂടെ കഴിച്ചോട്ടെ, ഇങ്ങനെ പറയാറുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ TV കാര്യം എടുക്കുക. ഇപ്പോൾ എനിക്ക് സ്ക്രീൻ ടൈം, TV ഒരു അരമണിക്കൂറായിരിക്കും നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് കാണാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈം. പക്ഷേ അച്ഛൻ വന്നിട്ടോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് വന്നിട്ടോ പറയും, കുഞ്ഞല്ലേ അവനിരുന്ന് കണ്ടോട്ടെ, കുറച്ചും കൂടെ കണ്ടോട്ടെ, അങ്ങനെ പറയും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോഴല്ലേ കാണാൻ പറ്റും, പല കാര്യങ്ങളും കണ്ടു ഇപ്പോഴല്ലേ അവനത് ചെയ്യാൻ പറ്റും, വലുതായി കഴിയുമ്പോൾ അവനത് ചെയ്യില്ല. പക്ഷേ ഈ കുഞ്ഞ് തന്നെയാണ് വലുതാകുന്നത് എന്ന് നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ പലപ്പോഴും ഇതൊരു ഈ ഒരു പല അഭിപ്രായങ്ങൾ വില്ലനാകാറുണ്ട് കുഞ്ഞിൻ്റെ ലൈഫിൽ. എപ്പോഴും ഒരേ അഭിപ്രായമായിരിക്കണം എല്ലാവരും കുഞ്ഞിൻ്റെ മേലെടുക്കുന്ന തീരുമാനങ്ങളിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ കുഞ്ഞ് ആരുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത് അല്ലേ. പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുഞ്ഞ് ആരുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത്. ഇപ്പോൾ ഒരു അഡോളസെൻ്റ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞ് ആരെയും വകവയ്ക്കാതെയാകും, ആര് പറയുന്നതും കേൾക്കാതെയാവും. അവൻ്റെ തോന്നിവാസം പോലെ അവനങ്ങ് പോകാമെന്ന് വിചാരിക്കും. കാരണം ഇവന് കിട്ടിയിട്ടുള്ളത് പല അഭിപ്രായങ്ങളിലാണ് അവൻ ജീവിച്ചു വന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം അവൻ വില കൊടുക്കാത്തൊരവസ്ഥയിലോട്ടെത്തും, ആരെയും ഒരു റെസ്പെക്റ്റും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. സോ അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ അഭിപ്രായമായിരിക്കണം മോൻ്റെ അല്ലെങ്കിൽ മോളുടെ കാര്യത്തിൽ എടുക്കേണ്ടത്. ഇനി നമ്മൾ കാണിക്കുന്ന മറ്റൊരു മണ്ടത്തരം, കുഞ്ഞിൻ്റെ വാശിയെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുഞ്ഞിനെയും കൊണ്ടുപോയി, ഇപ്പോൾ കുഞ്ഞിന് ഒരു കിക്കാറ്റ് വേണമെന്ന് പറഞ്ഞു, നമ്മൾ മേടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഒരു ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞു, നമ്മൾ മേടിച്ചു കൊടുത്തു. പക്ഷേ കുഞ്ഞ് പിന്നെയും പറയുവാണ് എനിക്ക് 1-2 കൂടെ വേണമായിരുന്നു, എനിക്ക് അതും ഇതും എല്ലാ ചോക്ലേറ്റ്സും കൂടെ വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കത്രയും പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്കത്രയും മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞ് അമിതമായിട്ട് ചോക്ലേറ്റ്സ് കഴിക്കേണ്ട കാര്യമില്ല അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു ടോയ് വേണം, ആ ഒരു ടോയ് വേണം, മറ്റത് വേണം, എല്ലാം കൂടി പറയുന്നു, എനിക്കത് വേണം, കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ഇല്ല വാങ്ങിത്തരാൻ പറ്റില്ല, ഈ ഒരു ടോയ് മാത്രമേ വാങ്ങിത്തരാൻ പറ്റൂ എന്ന് പറയുമ്പോൾ കുഞ്ഞിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിടന്നങ്ങ് ഉരുളുന്ന കാഴ്ച കാണാറുണ്ട്. എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഉരുളുന്നു. കുഞ്ഞ് തറയിൽ കിടന്ന് ഉരുണ്ടിട്ട് കുഞ്ഞിൻ്റെ ദേഹം വേദനിക്കുമോ എന്നുള്ള ചിന്തയേക്കാൾ ഉപരി നമ്മൾക്ക് ഏറ്റവും ആ സമയത്ത് മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത എന്താണ്, മറ്റുള്ളവരെല്ലാം കാണുന്നു, ആകെ നാണക്കേടാണല്ലോ, ഒന്ന് എഴുന്നേക്ക് കൊച്ചേ, നമ്മളിങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, ഒന്ന് എഴുന്നേക്ക് കൊച്ചേ, നീ ഒന്നും മിണ്ടാതിരിക്കുക, ശരി വാങ്ങിത്തരാം ഏതാ എന്നുള്ള രീതിയിൽ നമ്മൾ മാറുന്നു. അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കും. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞ് നമ്മുടെ കൂടെ വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത്, അങ്ങനെ കിടന്ന് ഉരുളുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാനേ പോകരുത്. ശരി, അവിടെ ഉരുണ്ട് കഴിഞ്ഞിട്ട് എണീറ്റ് താനേ വന്നോളും. ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ആൾ താനേ വന്നോളും. നമ്മൾ ഒരുപാട് അതിന് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. മോനെ ഇത്രയും വാങ്ങിത്തരാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലെ ഇത്രയും വാങ്ങിത്തരാനുള്ള പൈസ അമ്മയുടെ കയ്യിൽ നമ്മൾ എടുത്തിട്ട് വന്നോളൂ, നമുക്കിനി വേറൊരു ദിവസം വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം, ഇന്നിപ്പോൾ വാങ്ങിത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മോൻ വരുന്നെങ്കിൽ വന്നേ അമ്മ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പതുക്കെ നടന്ന് പോവുക. കുഞ്ഞ് ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ വരും, കുറച്ച് കിടന്ന് ഉരുണ്ടിട്ട് നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും വരും. മോന് അവന് അല്ലെങ്കിൽ മോൾക്ക് ഒരു ഒരു വിശ്വാസം ഉണ്ടല്ലേ, നിങ്ങൾ അവരെയും കൊണ്ടേ പോകൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വരാതെ വാശി പിടിച്ച് കരയുമ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു കാര്യം കുഞ്ഞ് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ടോയ്സ് എന്നുള്ളത് പിന്നീട് പോകെ പോകെ ആവശ്യങ്ങളൊക്കെ മാറി മാറി വരും, വാശി കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയാതെ വരും. സോ ഇത്തരം അവസരങ്ങളിൽ നിങ്ങളത് കറക്റ്റ് നല്ലതുപോലെ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ടീനേജ് ഒക്കെ എത്തുമ്പോൾ കുഞ്ഞിൻ്റെ വാശിയോട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ആ സമയത്ത് അവരുടെ ആവശ്യങ്ങൾ മാറും, അവരുടെ കാഴ്ചപ്പാടുകൾ വേറെയാകും. ടീനേജ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ പറയേണ്ടത്, യുക്തിയുടെ ഉറക്കമാണെന്ന് പറയും അല്ലേ. യുക്തിയുടെ ഉറക്കമാണ് ടീനേജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ടീനേജിലെത്തുമ്പോൾ നിങ്ങൾ ആകെ പെട്ട ഒരവസ്ഥയായി പോകും. സോ ഈ കുഞ്ഞ് തന്നെയാണ് ആ ടീനേജിലൊക്കെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ കാണിക്കുന്ന വാശി നമ്മളായിട്ട് കൺട്രോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. കുഞ്ഞ് വാശി പിടിച്ച് വേണ്ടാത്ത സാധനത്തിന് വേണ്ടി, അതായത് കുഞ്ഞിന് ആവശ്യമില്ലാത്തൊരു സാധനത്തിന് വേണ്ടി കിടന്ന് കരഞ്ഞു ഉരുണ്ട് പരണ്ട് കരയുമ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യരുത്, ഇഗ്നോർ ചെയ്യുക. അതാണ് അടുത്തൊരു കാര്യം. ഇനി പലപ്പോഴും ഈ ടി വി മൊബൈലൊക്കെ കൊടുത്തിട്ട് അമ്മമാർ പറയുന്ന കാര്യം, അയ്യോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിനെ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിനെ നോക്കുമ്പോൾ കുറച്ച് നേരം ടി വി മൊബൈലൊക്കെ അങ്ങ് കൊടുത്തു പോവുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കുറച്ച് നേരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ ആയിരിക്കും. ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 1 അവറൊക്കെ ഓക്കെ. പലപ്പോഴായിട്ട് ഒരു 30 മിനിറ്റ് രാവിലെ, ഒരു 30 മിനിറ്റ് വൈകുന്നേരം, അതൊക്കെ ഓക്കെ, അത് നമുക്ക് ഫൈൻ. പക്ഷേ പലപ്പോഴും 2-3 മണിക്കൂറൊക്കെ കുഞ്ഞിനെ ഇങ്ങനെ ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ കുഞ്ഞുങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടി വി കാണുന്നു അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നു. അത്തരം കുട്ടികളിലൊക്കെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളിൽ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ടൊക്കെ പോകുന്ന കേസസ് ഉണ്ട്. അപ്പോൾ ഈ ഫോൺ നോക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ആ ഒരു ബ്രെയിനിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോണൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ അറ്റൻഷനൊക്കെ കുറഞ്ഞു പോവുകയാണ്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കൊടുക്കുന്നു, നമ്മുടെ ജോലികൾ കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ചിലപ്പോൾ നമ്മുടെ പാത്രം അവിടെ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തുണി വാഷ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തീർക്കണം എന്നുള്ള ചിന്തയാണല്ലേ നമുക്ക്. പക്ഷെ അതൊക്കെ അവിടെ കിടന്നോട്ടെ, കുഞ്ഞിനൊരു 3 വയസ്സ് വരെ വീട് കുറച്ച് അലങ്കോലപ്പെട്ട് കിടന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ 3 വയസ്സ് വരെയുള്ള ടൈമാണ് നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞിനെ ഇറക്കി വിടണം കളിക്കാനായിട്ട്. കുഞ്ഞ് മണ്ണിലും വെള്ളത്തിലും ഒക്കെ പോയി നന്നായിട്ട് കളിക്കട്ടെ എന്നുള്ളതാണ്. മണ്ണിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഒന്ന് കുളിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് വാഷ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അറിയില്ലല്ലേ എന്ത് അസുഖമാണ്, എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അത്രയും ഉറപ്പുള്ള ഇപ്പോൾ വീട്ടിലെ ക്ലോറിനേറ്റ് ചെയ്ത വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈപ്പിൽ കളിപ്പിക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ കളിപ്പിക്കുക എന്നുള്ളതാണ് കുഞ്ഞിനെ എന്തെങ്കിലും സോർട്ട് ചെയ്യാനായിട്ടൊക്കെ. ഇപ്പോൾ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുക സോർട്ട് ചെയ്യാനായിട്ടൊക്കെ. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ സോർട്ട് ചെയ്യാനായിട്ട് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു കൊടുക്കുക. അതായത് തക്കാളി, വെണ്ടയ്ക്ക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് സോർട്ട് ചെയ്ത് വെക്കാനായിട്ടൊക്കെ നമ്മൾ കുഞ്ഞിനെടുത്ത് കൊടുക്കാം. അതൊക്കെ ഒരു കുഞ്ഞിന് സമയം പോവും, നമ്മൾക്ക് അതിനിടയിൽ നമ്മുടെ പണി നടക്കുകയും ചെയ്യും. ചിലപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ വെതറി എറിയാനൊക്കെ ചാൻസ് ഉണ്ട്. സാരമില്ല, അതൊക്കെ കുഞ്ഞിൻ്റെ ആ ഒരു പ്രായം വരെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ആ സമയത്ത് നിങ്ങളിങ്ങനെ ഫോണും ടി വി ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. പിന്നീട് നിങ്ങൾക്കാണ് അത് ബുദ്ധിമുട്ടായിട്ട് വരാൻ പോകുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ഡിസ്നി പാരന്റിങ് സിൻഡ്രത്തെ കുറിച്ചാണ്. എന്താണ് ഡിസ്നി പാരന്റിങ് സിൻഡ്രോം? അതായത് അച്ഛനും അമ്മയും നല്ല തല്ലുപിടിച്ചിരിക്കുമ്പോൾ കുഞ്ഞിന്റെ ഇഷ്ടങ്ങളെല്ലാം അച്ഛനങ്ങ് സാധിച്ചു കൊടുക്കാന്ന് വിചാരിക്കും. അതായത് അമ്മ നോ പറയുന്ന കാര്യങ്ങൾ അച്ഛനങ്ങ് നടത്തി കൊടുക്കുന്നു. ഇതുവഴി അച്ഛനൊരു പ്രീതി കിട്ടും എന്നാണ് അച്ഛൻ കരുതുന്നത്. ഇതുപോലെ അച്ഛൻ നോ പറയുന്ന കാര്യങ്ങൾ അമ്മ അങ്ങ് നടത്തി കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ നോ പറഞ്ഞ കാര്യം അമ്മ ചെയ്തു കൊടുക്കുമ്പോൾ അച്ഛന് പെട്ടെന്നൊരു കുറ്റബോധമായിട്ട് അച്ഛൻ വീണ്ടും എന്ത് ചെയ്യും, കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കുഞ്ഞിന് ഇഷ്ടമുള്ളതെല്ലാം അങ്ങ് മേടിച്ചു കൊടുക്കുന്നു. അതായത് ഓവർ പാമ്പറിങ്. അച്ഛനും അമ്മയും തമ്മിൽ അടി കൂടുമ്പോൾ അത് കുഞ്ഞ് കാണുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അത് ഉറപ്പായിട്ടൊരു ട്രോമ ഇൻ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ ഓവർ പാമ്പറിങ്ങും കൂടെ ആവുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അതും ഈ കുഞ്ഞിന് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു കുഞ്ഞിനെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വ്യക്തിത്വത്തോടുകൂടി, അതായത് നല്ലൊരു പേഴ്സണാലിറ്റിയോടുകൂടി
നല്ല സ്വഭാവത്തോടു കൂടി കുഞ്ഞിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുഞ്ഞിൻ്റെ ടീനേജിലൊക്കെ കുഞ്ഞിനെ ഒന്ന് കൺട്രോളിൽ നമ്മുടെ കയ്യിലൊന്ന് നിർത്താനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുവാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് താങ്ക് യു സോ മച്ച്. ബൈ.